എനി ഡൗട്ട്സ്? എവിടെത്തി? രാഷ്ട്രീയക്കാരന്റെ പ്രാണവായുവാണ് പ്രസംഗം. ഇനി നമുക്ക് പ്രസംഗം പരിശീലിക്കാം. തള്ളില് KP സൂപ്പറാ. ആണോ? എന്നാ വരൂ, പെട്രോൾ വില വർധനയെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ്. എന്തിനെ കുറിച്ചാണ്? പെട്രോൾ. ഞാനിവിടെ പ്രസംഗിക്കാൻ പോകുന്ന പെട്രോൾ വില വർധനയെ കുറിച്ചാണ്. പെട്രോൾ ഇങ്ങനെ വില വർധനവ് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഓരോ ദിവസം പെട്രോളിന് വില കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താണത്? ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പെട്രോളിന് വില കൂടുകയില്ലേ? ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പമ്പിൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ പെട്രോൾ അടിക്കാൻ നേരത്തെ പെട്രോളിന് വില കൂടുകയില്ലേ? ഇതെന്താണിത്? ഇതിങ്ങനെയാണോ ഇത്? പെട്രോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? എന്താടാ ഇത്? എന്ത് പെട്രോളാണിത്? എന്തത്? അതെ, നമ്മുടെ പാർട്ടിക്ക് പ്രസംഗത്തിന് അതിൻ്റെതായൊരു ശൈലിയുണ്ട്. എന്താ? ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കൂ, ഇരിക്കൂ. സോറി സഖാവേ, താങ്ക് യു. സഹകളെ, അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $63. നമ്മുടെ രാജ്യത്ത് നോക്കൂ, ഇവിടെ ലിറ്ററിന് വില $91.50. എണ്ണ കമ്പനികളുടെ കുത്തകക്ക് കൊടിപിടിക്കുകയാണ് കേന്ദ്രം. അതിന് അധ്വാന വർഗത്തെ പിഴിയുകയാണ്. GDP വെറും 2%. ഭൂശ്വാസികളെയും കോർപ്പറേറ്റുകളെയും സഹായിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവിടെ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. അല്ല സഖാവേ, ഈ ക്രൂഡ് ഓയിലിന്റെ വിലയൊക്കെ എവിടെ നിന്ന് കിട്ടും? എവിടെ നിന്ന് കിട്ടാൻ? വായിൽ വന്ന കണക്കങ്ങാട്ട് പറയല്ലേ. റേഷൻ, കേന്ദ്ര സഹായം, GDP, ADGP എല്ലാം എങ്ങനെ തന്നെ. ഇതൊക്കെ വായി വന്നില്ലെങ്കിലോ? പതറരുത്, അതിനുള്ള ക്യാപ്സൂള് പാർട്ടി തരുന്നതാണ്. ന്യായീകരിച്ചോ? ഏറ്റു. അടുത്ത പോയിന്റിലേക്ക് വരാം. കാലോചിതമായ തിരുത്തൽ നമ്മുടെ വൊക്കാബുലറിയും വന്നു ചേർന്നിട്ടുണ്ട്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം, വിത്തം, കഫം എന്നൊക്കെ പറഞ്ഞ പിള്ളേര് ട്രോളും. പകരം ഫാസിസം, ഭരണഘടന, അസഹിഷ്ണുത, ആർത്തവം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഹാഷ്ടാഗ് എന്നൊക്കെ മതി. മെമ്പറെ, എന്താ വഴിയൊക്കെ? റബ്ബർ കൃഷി വല്ലതും തുടങ്ങിയോ? നിങ്ങളെ സുരേഷിനെ എങ്ങോട്ടാ മാറ്റിയേ? സോറി, അത് പറയാൻ പറ്റില്ല, പാർട്ടി രഹസ്യ. റബ്ബറിന്റെ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. എത്ര ദിവസമായി മടുത്ത്. ഈ പഠിത്തവും എഴുത്തവും ശരിയാവത്തില്ല. ഒന്നും ചെയ്യണ്ടാത്ത നമ്മുടെ പാർട്ടി എന്തൊരു സ്വർഗം. സ്വർഗം KP, ഇത് നമ്മുടെ ലാസ്റ്റ് കോപ്പാണ്. ഈ ക്ലാസ്സും പരീക്ഷയും ഇമ്പോസിഷനും. ഞാൻ ഉസ്മാൻക്കടുത്ത് പറഞ്ഞ് വിസോപ്പിച്ച് ഗൾഫിൽ പോവാ. അവിടെ ചെന്ന് മരുഭൂമി കളിച്ചാൽ പോലും ഇതിനും മനസ്സമാധാനം കിട്ടും. മെമ്പറായാലും ഫണ്ട് പിരിക്കാൻ ഗൾഫിൽ പോവാലോ. കണ്ണ് തെറ്റിയതും നല്ല ഘോര മദ്യപാനത്തിനാണുള്ള സഹാക്കൾ. ഇച്ചിരി പേടിക്കണ്ട, പാർട്ടി എതിരല്ല. ഒരുപാട് പേരുടെ അന്നമാണ് മദ്യം. സത്യം. സർക്കാരിന്റെ ഊർജവും. എന്നാ എനിക്കൊഴുക്കി ഒരു 50. കുപ്പിവെള്ള കുത്തുകൾക്ക് പാർട്ടി പണ്ടേ എതിരാണ്. ഇന്നു മുതൽ ഞാനും ടച്ചിങ്സ്. ലാൽ സലാം. അല്ല, ടച്ച്. അതാ LDPയുടെ ജില്ലാ സെക്രട്ടറി മേനാശ്ശേരി മനോഹരൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പൊ അജണ്ട പറ. ആദ്യം ഇതിനകത്തൊന്നും ഇറങ്ങട്ടെ. സഖാവേ, UDP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് കുറെ ദിവസമായി. നിങ്ങളുടെ പ്രഖ്യാപനം എന്നുണ്ടാകുമോ? UDPയിൽ സീറ്റ് നിർണയമല്ലല്ലോ, വീതം വെപ്പല്ലേ നടക്കുന്നത്. പാർട്ടിയിലേക്ക് പുതുതായി ചേർന്നിട്ടുള്ള KP സുരേഷിന് നിങ്ങൾ സീറ്റ് കൊടുക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കീഴ്വഴക്കം. ലാൽ സലാം. അപ്പോ 14 നമ്മൾ ഇത്തവണ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സഖാവ് ബിജോയിയാണ്. വിയോജിപ്പുണ്ട് സഖാവേ. ബാർ മുതലാളിയെ ഇത്തരം ബൂർഷകൾക്കൊപ്പം അല്ല പാർട്ടി നിൽക്കുന്നത്. കുലംകുത്തികളുടെ നികൃഷ്ടജീവികളുടെ ഭാഷയിൽ സഖാവ് സംസാരിക്കരുത്. പാർട്ടി കോൺഗ്രസ് ഒന്നും പെണ്ണുങ്ങളുടെ മധുരം എന്നൊക്കെ പറഞ്ഞ് കാലി ബക്കറ്റ് വാട്ടിയാട്ടി ചെല്ലുമ്പോൾ അതിനകത്ത് ലക്ഷങ്ങളിട്ട് നിറച്ചു വിടുന്നത് ഈ ശശിയെ പോലെ തെങ്ങേറ്റക്കാരല്ല, ഇതുപോലുള്ള ബിജോയ്മാരാ. അത് ഓർമ്മ വേണം സഖാവേ.
ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തെക്കുറിച്ച് സഖാവ് എന്നെ പഠിപ്പിക്കേണ്ട. എന്നെ ഒട്ടും പഠിപ്പിക്കണ്ട. വിപ്ലവത്തിലാണ് പാർട്ടി വിശ്വസിക്കുന്നത്. 14 ബിജോയ് തന്നെ മത്സരിക്കും. ഹലോ, ഏത് ചാനല്? ആ ശരി ശരി, സഖാവ ചാനലെന്ന് വിളിച്ചേ. ഏത് കളരിയാ? നമ്മുടെ അല്ല, മറ്റവന്മാരുടെ വെച്ചേ. ബ്രേക്കിംഗ് ന്യൂസ്. പുറത്ത് കിടക്കാൻ ജില്ലാ സെക്രട്ടറി ചാനൽ റിപ്പോർട്ടറോട് അശ്ലീല ചൊവ്വയുള്ള സംഭാഷണം. സ്ത്രീത്വം തുലാസിൽ. തുടങ്ങിയപ്പോഴേ ചങ്ങനപ്പഴിയാണല്ലോ നക്ഷത്രം എന്തോ. ഞാൻ പറഞ്ഞതേ കടക്ക് പുറത്തുനിന്നാണ്. മാധ്യമ സിൻഡിക്കേറ്റ് എന്നെ വളച്ചൊടിച്ച് കിടക്ക് പുറത്തുനിന്നാക്കി. ഇതിപ്പോ എല്ലാം എന്റെ പുറത്തായി. അല്ല, സഖാവിന് അങ്ങനെയുള്ള യാതൊരു കഴിവില്ല, പാർട്ടിക്ക് അറിയാമല്ലോ. സ്ത്രീത്വത്തെ അപമാനിച്ച മീനാശ്ശേരി മനോഹരൻ മാപ്പ് പറയുക. LDP ജില്ലാ സെക്രട്ടറി രാജിവെക്കുക. UDP സിന്ദാബാദ്. ജില്ലാ സെക്രട്ടറി മീനാശ്ശേരി മനോഹരൻ രാജിവെക്കുക. LDP മുർദാബാദ്. മീനാശ്ശേരി മനോഹരനെ അറസ്റ്റ് ചെയ്ത് അകത്തിടുക. മീനാശ്ശേരി മനോഹരനെ അറസ്റ്റ് ചെയ്യുക. ഇമാതിരി കോലം കെട്ടിലുകൊണ്ട് പാർട്ടിയെ പേടിപ്പിക്കാന്ന് വെച്ചാൽ നടക്കില്ല. നിറത്തോക്കിന് മുമ്പിൽ പേടിച്ചിട്ടില്ല, പിന്നെയാണ് ഈ കോലം. നമ്മളായിട്ട് അലമ്പുണ്ടാക്കണ്ട. UDP സിന്ദാബാദ്. മീനാശ്ശേരി മനോഹരനെ അറസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം ചേച്ചി നോക്കണേ. പൊങ്ങട്ടെ. പോട്ടെ. പൊങ്ങട്ടെന്നേ. കുറച്ചുകൂടെ. കബീറെ ഒന്ന് ടേൺ ചെയ്തേ. ഇടത്തോട്ട്. എന്റെ KP എന്തൊരു എൻട്രി ആയിരുന്നു KP. നരസിംഹത്തിലെ ലാലേട്ടന്റെ എൻട്രി പോലെ എന്റെ ദേഹമൊക്കെ അങ്ങോട്ട് കോരി തരിച്ചു പോയെന്നേ. ഒന്ന് പോ ചേച്ചി. പക്ഷെ ഗ്ലാമർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ടാൻ ആയല്ലോ ഫേസ് ഒക്കെ. പുതിയ പാർട്ടിക്ക് മേക്കപ്പ് വേണ്ട, ഫുൾ റോലുക്ക. എന്നാലും പാർട്ടി വിട്ടപ്പോ എന്നെ കൂടെ വിളിക്കായിരുന്നു. വിളിച്ചിരുന്ന ഞാനും വന്നേനെ. അത് പിന്നെ നിക്കക്കല്ലിടപ്പോ ഒന്നും നോക്കിയില്ല, അങ്ങ് പോയി. KP ഇനി ഏത് പാർട്ടി ആയാലും എൻ്റെ വീടിൻ്റെ ഗേറ്റ് ഞാൻ KPക്ക് വേണ്ടി തുറന്നിട്ടിരിക്കും. ജർമ്മൻ ഷെപ്പേർഡിനെ പൂട്ടിയിരിക്കും. വരില്ലേ KP? ജർമ്മനി, ഹിറ്റ്ലർ, മാധവൻകുട്ടി, ഫാസിസം, അയ്യോ അതൊന്നും ഈ പാർട്ടിക്ക് പറ്റില്ല ചേച്ചി. എൻ്റെ ഹൃദയം ഇന്ത്യക്ക് വേണ്ടിയല്ല, KPക്ക് വേണ്ടിയാ തുടിക്കുന്നത്. അച്ഛാ ആ ഫ്ലോ കളഞ്ഞ്. അച്ഛാ, നിങ്ങളുടെ പാർട്ടിക്കാർ എന്ന് നന്നാവും. ഏതോ ചാലുകാർ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് ഈ കോലൊക്കെ പൊക്കി പിടിച്ച് നടക്കാൻ നാണമില്ലാത്ത ചിലരുണ്ട് ഇവിടെ. ക്യൂബയിലെ രഹസ്യതാമസം കൊണ്ട് ഒരു ഗുണമുണ്ടായി. നല്ലൊരു ന്യായീകരണ തൊഴിലാളിയെ വാർത്തെടുത്തു. എന്താ ഫിനിഷിങ്. ഉളുപ്പ് വേണം, ഉളുപ്പ്. ഉളുപ്പ് ദേ മേശപ്പുറത്തുണ്ട്. ഇത്തിരി കൂടുതൽ ഇട്ടോ, കുറച്ച് നന്ദി ഉണ്ടാവട്ടെ. നിർത്ത്. എടാ സുരേഷ്, നിനക്ക് സീറ്റ് കിട്ടുമോ? സോഷ്യലിസം തന്നെയാണ് ഇന്നും ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. അല്ലാണ്ട് ഇവിടെയുള്ള ചിലരെ പോലെ പാർലമെന്ററി വ്യാമോഹം എന്ന വൈറസ് ബാധിച്ചവരല്ല LDPയിലുള്ളത്. അവിടെ പാർട്ടിക്കാണ് പ്രാധാന്യം, വ്യക്തികൾക്കല്ല. അപ്പൊ നിനക്ക് അവിടെ സീറ്റ് കിട്ടത്തില്ലേ? എന്ന് ആര് പറഞ്ഞു? ഞാൻ മത്സരിക്കുന്നുണ്ട് നമ്മുടെ ഈ 5ാം വാർഡിൽ തന്നെ. UDP സ്ഥാനാർത്ഥി KP സുനന്ദ. ഞാൻ മത്സരിക്കുന്ന പറഞ്ഞ് നമ്മുടെ തെങ്ങോടി മറ്റേ ഓടി. ദൈവം എന്തൊക്കെ കാണും ദൈവമേ. അയ്യോ ദൈവം പറഞ്ഞു. നിന്റെ കൂടെ നീനാക്കോശി LDPയിലേക്ക് വരുന്നത് കേട്ടല്ല, ശരിയാണോ? എന്റെ പണി സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയിക്കണം. ഇതും കണ്ടുപോരുത്. അതല്ല, ഇത് ജയായിരിക്കുന്ന സാധനം കൂടെ. അച്ഛാ ചെങ്കുടി കിട്ടേണ്ട. കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ആ പപ്പടം എടുത്തേ. പാർട്ടിക്ക് പപ്പടം കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല, പക്ഷെ പഴയ പോലെ അടിച്ചമർത്താനും പറ്റില്ല. അവസാനം പപ്പടത്തിന്റെ അവസ്ഥ ആവരുത്. അങ്ങനെ ഇത് ചുമന്നുകൊണ്ട് കിടന്നതല്ല വയനാട്ടിൽ. ശശിയേ ഇരിക്കും, താടെ പപ്സ് കഴിക്കും. എനിക്ക് പപ്സ് വേണ്ട. പിന്നെ നമ്മുടെ ഫ്ലെക്സ് ഓപ്പൊക്കെ
എന്തായി ഭംഗിയായിട്ട് പ്രചരണത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ പാർട്ടി പിന്നിലാണ്. ഫ്ലെക്സിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. 14-ാം വാർഡിൽ ആരാ മത്സരിക്കുന്നത്? എന്താ സംശയം? സഖാവ് ബിജോയ്. ആ വാർഡ് ഞാൻ ചോദിച്ചല്ലേ. അത് കലക്കി. ചോദിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് എല്ലാം കൊടുക്കാൻ ഇതെന്താ ക്ഷേമ പെൻഷനാണോ? സഖാവേ, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ നിലയ്ക്ക് പാർട്ടി ആരെ നിർത്തുന്നു അവരുടെ ജയത്തിന് വേണ്ടി പ്രവർത്തിക്കല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ബിജോയെ പോലുള്ളവരെ തോപ്പിച്ചാലേ നമ്മുടെ പാർട്ടി ഒരു പാഠം പഠിക്കൂ. ശശി പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. നിങ്ങളോട് ഇതിന് കാലം ചോദിക്കും സഖാവേ. പോട്ടെ. ലാൽ സലാം. ശശി സഖാവേ, സഖാവേ അവൻ പോണെങ്കിൽ പോട്ടെന്ന്. നമ്മൾ ബംഗാളി വെച്ച് ഫ്ലക്സ് കെട്ടിക്കും. അതാകുമ്പോൾ ഇതുപോലെ ഒന്ന് സീറ്റ് ചോദിക്കുകയല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അമ്മാരാകുമ്പോൾ കൂലി ചോദിക്കും. വഴിയുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള നമ്പർ നമ്മുടെ കയ്യിൽ എന്തായാലും വേണം. എന്റെ വാർഡിലൊരു 1000-നടുത്ത് വോട്ട് കാണുമായിരിക്കും. അത് പഴയ കണക്ക്. ഇപ്പോ അവിടെ 1338 പേരുണ്ട്. നമ്മുടെ ഷിജി LDPയിലെ കഴിഞ്ഞ തവണ അവിടെ നിന്ന് ജയിച്ചത് 350 വോട്ടിനാണ്. സമുദായ സമവാക്യം വെച്ച് നോക്കുമ്പോ ശ്രീജയ്ക്ക് കടന്നുകൂടാൻ പാടാ. അയ്യോ, എന്നാ പിന്നെ ഞാൻ നിൽക്കുന്നില്ല. നിക്കണം, പക്ഷെ ജയിക്കാൻ ചില കളികൾ കളിക്കണം. ധൈര്യമായിട്ട് നിൽക്കുന്നേ, നമ്മളെല്ലാരും കൂടെ ഉണ്ട്. നമ്മൾ ജയിക്കും. ചേച്ചിയൊക്കെ സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കും. ഒന്നും പേടിക്കാനില്ല. എല്ലാം മറ്റേ പ്രചാരണത്തിന്റെ പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാം, ഉഷാറാക്കാം. ഓക്കെ, ശരി മെമ്പറേ. പിള്ളേരോട് ഇവിടെ പഠിക്കാൻ പറഞ്ഞിട്ടാ വന്നേ. മെമ്പറേ, ആ മെമ്പർ പറഞ്ഞ നേരാ. അവരെനിക്ക് സീറ്റ് തന്നില്ല, ഞങ്ങൾ ഇറങ്ങി പോന്നു. ഇനി വല്ല കുഴപ്പമാവോ? എന്തു കുഴപ്പം? വിമതരായിട്ട് മത്സരിക്കണം. വാർഡ് ഏതാൻ തീരുമാനിച്ചോ? നമ്മുടെ 14-ാം വാർഡ് മൂൺലൈറ്റ് ബിജോ മത്സരിക്കുന്നില്ലേ, ആ വാർഡ്. അതൊരിത്തിരി മണ്ടത്തരമാണ് ചേട്ടാ. അയാള് കാശുകാരനല്ലേ, ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കും. പിന്നെ ഞാനെന്താ വേണ്ട, മെമ്പർ പറ. ചേട്ടന്റെ വീടിരിക്കുന്ന 4-ാം വാർഡ് സേഫാ. അവിടെയാണെങ്കിൽ LDPക്ക് വലിയ സ്വാധീനമില്ല. പിന്നെ അവിടുത്തെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഗുണപാല. ആ സൈഡ് ഞാൻ നോക്കിക്കൊള്ളാം. ഉറപ്പാണോ? പിന്നില്ലേ, ചേട്ടനില്ലാതെ ഈ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റില്ല ചേട്ടാ. വോട്ടില്ലെങ്കിൽ തേങ്ങ ഇടില്ല എന്ന് പറയണം. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം മറക്കരുത്. പ്രസിഡന്റ് സ്ഥാനം തെങ്ങ് ചതിക്കില്ല, അതേപോലെ ആ തെങ്ങ് കയറുന്നവനും. മെമ്പർ പറയുന്നതേ ഞാൻ കേൾക്കൂ. പഞ്ച് ഡയലോഗൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ പ്രവൃത്തിയിലും വേണം. ഉറപ്പ്. ശരി. തെങ്ങിന്റെ മണ്ടേലാരാണ്ടി തെക്കേലെ ചന്തേലാലോഞ്ചി അല്ലാണ്ടി ചേട്ടാ ബാക്കി എപ്പോ തരും? ശശിചേട്ടന്റെ പോസ്റ്ററും കൂടി. വൈകിട്ട് വൈകിട്ട് വരാം. നിന്നെ തന്നെ വാടാ. ഈ പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലെക്സ് അടിക്കാനുള്ള പൈസയൊക്കെ ഉണ്ടോ? വല്ലതും വേണമെങ്കിൽ ചോദിക്കണം. വേണ്ട, കാർലോ മാക്സ് മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നിനും ഒരു മുട്ടൂല. പാർട്ടി പട്ടിണി പാവങ്ങളുടെ ആണെങ്കിലും നല്ല റിച്ചാ. അതും ഒരു പാർട്ടി നയമാണല്ലോ. അവന് ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാത്രമായിട്ട് വന്നാ തരാം. എന്താടാ പറഞ്ഞത്? മാമ്പഴ പുളിശ്ശേരി അല്ല, പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലെക്സ് വെക്കാനും കാശ് വേണമെന്ന് ചോദിച്ചു. എടാ, എനിക്കിത് കണ്ടിട്ടേ ഒരു ഊളത്തരമായി പോയോ എന്നൊരു സംശയം. KP, ഒരാള് ചെയ്ത ഊളത്തരം എല്ലാ ഊളകളും ചെയ്യുകയാണെങ്കിൽ, അല്ല എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യുകയാണെങ്കിൽ ഫാഷൻ. ഇത് ഫാഷനാ. നല്ല രസമുണ്ട്. 4 ആള് എന്നെ പോലെ തന്നെ ഇല്ലേ? പാപ്പിൻസ് മിഠായി തുറന്നോലുണ്ട്.